സാങ്കേതിക വിദ്യയിൽ രാജ്യവും ലോകവുമെല്ലാം കുതിക്കുകയാണ്. പക്ഷേ ജനസംഖ്യയിലെ പകുതിയോളം പേർക്ക് ഇപ്പോഴും മൊബൈൽ ഫോൺ ഒന്ന് ഓണാക്കാൻ പോലും അറിയില്ല, അഥവാ അവർ ഡിജിറ്റൽ സാക്ഷരരല്ല. ഇതാണ് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അവസ്ഥയെങ്കിൽ കേരളം വിഭിന്നമാണ്. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ലോകത്തെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നായി മാറി. 105-ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ശ്രീ അബ്ദുള്ള മൗലവിയുമായി മുഖ്യമന്ത്രി വീഡിയോ കോളിൽ സംസാരിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക്. നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിൻ്റെ തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ ആൾക്കാർ ഇതിലാണോ വിളിക്കാറ്? ഫോണിലാണോ വിളിക്കാറ്? വീട്ടിൽ റേഞ്ച് ഒക്കെ ഉണ്ടോ? അട്ടപ്പാടി കേരളത്തിലെ ഏക ഗോത്രവർഗ താലൂക്ക്. ഇവിടുത്തെ ആദിവാസി സ്ത്രീകളെല്ലാം ഇന്ന് ഡിജിറ്റൽ സാക്ഷരരാണ്. കേരളം 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. ഇത് താഴെത്തട്ടിൽ, പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിനിടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അട്ടപ്പാടിയിലെ ഈ തൊഴിലുറപ്പ് സൈറ്റിലെ കാളി എന്ന ഈ ആദിവാസി സ്ത്രീ. എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 4ാം ക്ലാസ്. സ്കൂളിൽ എഴുതാനും വായിക്കാനും അറിയോ? ഇല്ല. മൊബൈലിൽ സിനിമയൊക്കെ കാണും? സിനിമയൊക്കെ കാണും. ഇങ്ങനെ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമോ? കേൾക്കും. അപ്പോൾ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും അറിയാം? അറിയാം. വാട്സപ്പ്, ഫേസ്ബുക്ക് അതെല്ലാം അറിയാം. അത് വന്യജീവികൾ വരുന്നത് അത് ഞങ്ങൾ വാട്സപ്പിൽ എൻ്റെ ഇല്ല, എൻ്റെ കുട്ടീൻ്റെ അടുത്തുണ്ട്. അത് നോക്കിയിട്ട് അറിയാം. എല്ലാവർക്കും മെസ്സേജ് വരും? എല്ലാവർക്കും വരുമെന്ന് അറിയില്ല സാറേ. വന്ന ആൾക്കാർ മറ്റുള്ളവർ എല്ലാം വരും. നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവർക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഞങ്ങളിപ്പോൾ അകലിലൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലിവർ ഊരുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ പൊതുജനങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മെസ്സേജൊക്കെ വരികയാണെങ്കിൽ അതിൽ ഇടും. അപ്പോൾ ഇവർ ചോദിക്കും. ചിലവരിപ്പോൾ നമ്മൾ വിളിച്ച് ആരെ മെസ്സേജ് ഇടണം അവരെ വിളിച്ച് ചോദിക്കാറുണ്ട്, എവിടെയാണ് ആന നിൽക്കാറ് അല്ലെങ്കിൽ എവിടെയാണ് എന്നൊക്കെ പണ്ട് ഇതാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഡിജിറ്റലായ ശേഷം അങ്ങനെ ഒരുപാട് സാങ്കേതികവിദ്യ മുന്നേറ്റത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഊരുകളിലായാലും എല്ലാവരും ഉണ്ട്. വയസ്സായ ആൾക്കാർ ഫോൺ ഉപയോഗിക്കും. ചെറുപ്പക്കാരടുത്ത് എല്ലായിടത്തും സ്മാർട്ട് ഫോൺ ഉണ്ട്. അവരെല്ലാം ഉപയോഗിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവർ. ഞങ്ങൾ സിനിമ കാണുന്ന സീരിയൽ മാത്രമേ കാണൂ. ഡിജിറ്റൽ സാക്ഷരതയ്ക്കും പരിമിതികളേറെയുണ്ട്. അകളി താഴെയൂരിലെ ചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകാം. വീട്ടിലെ എല്ലാവരും ഡിജിറ്റൽ സാക്ഷരരാണ്. അസുഖം മൂലം ചന്ദ്രന് എഴുന്നേൽക്കാനാകില്ല. അരിവാൾ രോഗിയായ ഭാര്യ മല്ലിക്ക് സംസാരിക്കാനാകില്ല. അച്ഛനെയും അമ്മയെയും നോക്കാനായി മകൾ സരസ്വതി പഠനം നിർത്തി. മകൻ വിനീഷ് കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കുന്നു. മോനെ എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ +1 പാതയിൽ നിർത്തി. നിർത്താനുള്ള കാരണം എന്താ? അച്ഛനും അമ്മയും വയ്യാണ്ടായി. ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ചുമ്മാ കിട്ടുന്ന പണിക്ക് പോകണം. പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല? പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, പണിക്ക് മാത്രമേ പോകുള്ളൂ. ഇതെന്ത് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ അതിദരിദ്രൻ്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരതിൽ അന്ന് അയാൾക്ക് അസുഖം ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് കഴിഞ്ഞു പോകുമായിരുന്നു. അന്ന് ഭാര്യയായിരുന്നു സിക്കിളായിട്ടുള്ള കിടപ്പിലായിരുന്ന ആളുണ്ടായിരുന്നത്. ഇപ്പം നമുക്കവരെ നമ്മൾ അടുത്ത ലിസ്റ്റ് എടുക്കുന്നതിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തുന്നുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരത ദാരിദ്ര്യം തീർക്കില്ല എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ചന്ദ്രൻ്റെ കുടുംബം. കുടുംബത്തെ അതിദരിദ്രരുടെ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ അഗളി പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്.